ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗെയിമാണ് പരിചയപ്പെടുത്തുന്നത്. ആ ഗെയിം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ ഫോണൊക്കെ എടുത്തിട്ടാണ് ഞാനുള്ളത്. ഇതെൻ്റെ ഒരു ടാബാണ്. ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്നൊരു ഗെയിമാണിത്. അപ്പം ബസ് സിമുലേറ്റർ എന്ന ഗെയിം ആദ്യം പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം പ്ലേ സ്റ്റോർ. അപ്പോൾ പ്ലേ സ്റ്റോർ എടുത്ത് അവിടെ സെർച്ച് ചെയ്യുന്നു. ഇവിടെ മംഗ്ലീഷ് കീബോർഡിൻ്റെ ഇത് വന്നതാണ്. ഇപ്പോൾ ബസ് ഗെയിംസ് എന്ന് അടിച്ചാലും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് അടിച്ചാലും ഇവിടെ കാണാം ബസ് ഗെയിംസ് എന്നാണ് അടിച്ചത്. ബസ് ഗെയിംസ് എന്ന് അടിച്ചാലും നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇത് അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് വീഡിയോ എടുക്കാൻ സമയത്താണ് ഇത് കാണുന്നത്. അപ്പോൾ ഡൗൺലോഡ് ആരംഭിക്കാനായിട്ട് കാത്തിരിക്കുക. ഇതിനകത്ത് മലയാളമാക്കി കൊളുത്തിനെല്ലാവരും ഇപ്പം അങ്ങനെ തന്നെ നീതിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അവർക്കിപ്പോൾ സമയമില്ല. ലോഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബസ്. അവിടെ നെല്ലേരിയൊക്കെ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. അപ്പോൾ കേരിയർ മോഡ് എന്നൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ അത് ലോഡിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കേരിയർ മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ കാണാം കേരിയർ മോഡ് എന്നൊരു ഓപ്ഷൻ. കാരിയർ മോഡാണെന്നൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ മാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മാപ്പ് നമുക്ക് കൈവച്ച് തന്നെ നീക്കാം. അപ്പോൾ മാപ്പിൽ നമ്മൾ എവിടുന്ന് മുതൽ എവിടെ വരെയാണ് പോകുന്നതെന്ന് സെലക്ട് ചെയ്യണം. ഞാൻ വളരെ ചെറിയൊരു സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത്. വലുതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറേ സമയം എടുക്കും. അപ്പോൾ ഇതാ ബെൽബാക്കു അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്. അവിടെ മുതൽ ഇവിടം വരെ ഞാൻ പോവാണ്. ഞാനൊന്ന് അവിടം വരെ ചെന്നതാണ്. ഇപ്പോൾ കുളത്തിൽ എല്ലാവരും നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് അവരൊക്കെ എപ്പോൾ നീന്തുന്നതാണ്. ഇത് വീണ്ടും ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൻ്റെ ഒന്നിൽ ഒരു കോഴിയുണ്ട്. ഓക്കെ, നമ്മുടെ ബസ് ഇതാണ്. അപ്പം ഞാനിത് ഫുൾ സ്ക്രീൻ ആക്കുന്നു. ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അവിടെ ഒരു പച്ച നിറത്തി കാണിച്ചെടുത്ത് നമ്മളൊന്ന് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി ഇവിടെ ഒരു സ്റ്റോറി മോഡ് പോലെ അങ്ങ് നടന്നോളൂ. അപ്പോൾ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അങ്ങൊക്കെ സാധാരണയാകുമ്പം നമ്മൾ ഡോറൊക്കെ തുറന്നു കൊടുക്കണം. ഇപ്പോൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. ബസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് കളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കാണാം. ഞാനിവിടുന്ന് പോവുകയാണ്. ഇവിടെ കുറേ ബസ് നമ്മളെ പോലെ തന്നെ പോവുകയൊക്കെ ചെയ്യും. ബ്രേക്കൊക്കെ വളരെ പവർ കുറവാണ്. അപ്പോൾ ഞാൻ ചെറിയ സ്ഥലമാണ് എടുത്തത്. നമ്മൾ ജയിക്കേണ്ട ഏകദേശം സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ പോകുന്നത് കപ്പൽ കയറാനാണ്. ഇതിനകത്ത് കപ്പൽ കയറേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇതിൻ്റെ ഒരു പാർട്ട് 2 ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ അധികം നേരം കൊണ്ടുപോകുന്നില്ല. അപ്പം ഞാനൊക്കെ എഡിറ്റ് ചെയ്യുന്ന കൈൻ മാസ്റ്റർ എന്നതാണ്. അതിനകത്ത് എക്സ്പോർട്ട് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇവിടേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ പ്ലീസ് ടാപ്പ് ഹെയർ ടു പേ പോർട്ട് എന്നൊരു കാണിക്കും. അത് അമർത്തി കഴിഞ്ഞാൽ പൈസ കൊടുത്ത് അപ്പോൾ ഫ്രീ ആയിട്ട് വീഡിയോ ഉണ്ട്. ഞാൻ പൈസ കൊടുത്താക്കുവാണ്. കുറച്ച് സമയം അവിടെ ഒരു ചക്രം കറങ്ങും. അത് റെഡി ആയി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി എടുത്ത് നമുക്ക് സ്ഥലം വിടാം. നമ്മൾ കപ്പൽ കയറാനായിട്ട് കുറച്ച് പൈസ കൊടുത്തതാണ്. ഈ മാപ്പിലൊരു നീല കളറിൽ കാണാം. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതാണ് കപ്പൽ. ഇപ്പോൾ വഴി മാറിപ്പോയി എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു വഴി മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ നീല കളറ് കാണിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് കൂടി തന്നെ പോയിട്ടില്ലേ നമ്മൾ വേറെ എത്തും.
അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് ഇവർ വെറുതെ എവിടെയെല്ലാം കയറി പോവാണ് ഫ്രണ്ട്സ്. അയ്യോ കുത്തി 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 എവിടെയല്ലോ കയറിപ്പോയി, എവിടെയല്ലോ കുത്തി കയറിനേ. ഞാൻ ഓടിച്ചെടുത്തതായിരുന്നു. ഓക്കെ, ഇത് റെഡി ആയില്ല. ഈ സൈഡിൽ കൂടി ഞാൻ ഇതിനു മുമ്പും ഇതിൽ കൂടി ഞാൻ വന്നിന്. പക്ഷെങ്കിൽ അന്നേരത്തെ വേറെ സ്ഥലത്തായിരുന്നു അന്നേരം കപ്പൽ നിർത്തിയിരിക്കുന്നത്. എന്താ തീരൂലേ കുറേ സമയം ഞാൻ ഓക്കെ തീർന്നിട്ടുണ്ട്. ഇതിന് സ്റ്റെയറിംഗ് ഒക്കെ വളരെ സ്റ്റെക്കൊന്നും വരുന്നില്ല ഈ ഗെയിമിന്. ഇപ്പോൾ വേറൊരു ഗെയിമായിട്ട് മറ്റു സ്ഥലം പോലെ തന്നെയല്ലേ ഇതും. ഞാൻ വെറുതെ റിവേഴ്സ് എടുത്ത് വന്നു. ഇത്ര കഷ്ടപ്പെട്ടു. ഏതായാലും പോവാ. അയ്യോ ഇല്ല, മറ്റേ സ്ഥലത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാം എത്തുക ഫ്രണ്ട്സ്. അത് വേറെ വഴി, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പം നമുക്ക് വേറെ വഴിയായിരിക്കും മറ്റേ വഴി കൂടി പോയാൽ എത്തുക എന്നാണ് ഇവിടെ കണ്ടത്. ഓക്കെ, ഇവിടുന്ന് വളച്ച് നമ്മൾ കപ്പലിലേക്ക് കയറുവാണ്. കപ്പലിൽ കുറച്ച് ഒരു ബസ് അവിടെ നിർത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കപ്പലിലേക്ക് കയറ്റുവാണ്. ഓക്കെ, അവിടെ ഒരു പാർക്കിംഗ് സ്ഥലം കാണാം. പാർക്കിംഗ് സ്ഥലത്ത് നിർത്തുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവിടെ നിർത്തി കൊടുത്തതിനാൽ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളൂ. ഒരു ലോഡിങ് മാപ്പ് അത് ഓക്കെ കൊടുക്കും. പരസ്യം ഓക്കെ, ലോഡിങ് മാപ്പ് കഴിഞ്ഞ് നമ്മളെ വണ്ടിയൊക്കെ തിരിച്ച് എത്തിച്ചിട്ടുണ്ട്. ലോഡിങ് മാപ്പ് കപ്പൽ പോകുന്നൊന്നും നമുക്ക് കാണിച്ചു തരുന്നില്ല. അതൊക്കെ ഇവർ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. ഓക്കെ, കപ്പൽ നമ്മൾ പറപ്പിച്ച് വിടുവാണ്. നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കാണാം. അയ്യോ കുത്തി, ഏതല്ലോ കുറേ സ്ഥലത്ത് കൂടിയൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അയ്യോ വഴി തെറ്റിട്ടൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഏതൊരു സ്ഥലം കണ്ടു. അവിടെ ആ മാപ്പിൽ കണ്ടില്ല, ഒരു വയലറ്റ് നിറത്തിൽ ഏതൊരു സ്ഥലം. അവിടെ ഏതായാലും ഒന്ന് പോയി നോക്കാം. പാർക്കിങ്ങിൻ്റെ സ്ഥലം ചിലപ്പോൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഇതേതോ താജ്മഹൽ പോലെ സ്ഥലമാണ്. പൈസ കൊടുക്കണ്ട ഫ്രണ്ട്സ്. നമ്മളൊന്ന് പതുക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അങ്ങ് പോയിക്കോട്ടെ, അത് തുറന്ന് തരും. എനിക്ക് ഒന്ന് കയറാൻ മാത്രമേ പൈസ കൊടുക്കണ്ടൂ. 1000 എത്രയോ പൈസയാണ് കൊടുത്തത്. നാല് പേരെ നമ്മുടെ ബസ്സിലാകെ ഉള്ളൂല്ലേ. വെറും 4 പേര്. എത്ര കുറച്ച് പൈസ കിട്ടും കേട്ടോ, കുറച്ച് പൈസ. ആൾക്കാരൊക്കെ സൈഡിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ ഒരു ശബ്ദം ഓക്കെ, ഒരു പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ് ചില. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ചിലപ്പോൾ ഗെയിമിനെ കൊണ്ടായിരിക്കുക. ഇനി കുളത്തിൽ എന്ത് സംഭവം നടന്നാൽ അതിനെ കൊണ്ടായിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.